ചാറ്റ്ജിപിടിയെ നോക്കുകുത്തിയാക്കി ഒരാഴ്ച കൊണ്ട് AI ലോകത്തെ പിടിച്ചുകുലുക്കിയ ഡീപ്സീക്ക് അമേരിക്കൻ ടെക് വ്യവസായത്തിനുള്ള വേക്കപ്പ് കോൾ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. The release of DeepSeek AI from a Chinese company should be a wake-up call for our industries that we need to be laser focused on competing. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് അമേരിക്കയുടെ കുത്തക പൊളിക്കുകയാണ് ചൈന. ചെറിയൊരു സ്റ്റാർട്ടപ്പായി തുടങ്ങി നിലവിലെ ജനപ്രിയ AI ചാറ്റ്ബോട്ടായ ചാറ്റ്ജിപിടിക്ക് ഡീപ്പായി വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് DeepSeek R1. ജെമിനി, ക്ലൗഡ് AI തുടങ്ങിയവയേക്കാൾ ഒരു പടി മുൻപിലാണ് ഡീപ്സീക്കിന്റെ പെർഫോമൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ളതെന്നാണ് ഡീപ്സീക്കിന്റെ പ്രധാന പ്രത്യേകത. 2023 ചൈനയിൽ ലിയാങ് വെൻഫെങ് സ്റ്റാർട്ടപ്പായി തുടങ്ങിയ ഹൈഫ്ലയർ എന്ന കമ്പനിയാണ് ഈ അതിനൂതന ചാറ്റ്ബോട്ട് വികസിപ്പിച്ചത്. 2025 ജനുവരി 10 ഡീപ്സീക്ക് ആദ്യത്തെ സൗജന്യ ചാറ്റ്ബോട്ടായ DeepSeek R1 പുറത്തിറക്കിയത്. കുറഞ്ഞ ചെലവിലാണ് DeepSeek R1 അവതരിപ്പിച്ചത്. അമേരിക്ക AI രംഗത്ത് ഉപയോഗിക്കുന്ന NVIDIAയുടെ അതിനൂതന ചിപ്പുകളേക്കാൾ NVIDIAയുടെ തന്നെ കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പഴയ ചിപ്പുകൾ ഉപയോഗിച്ചാണ് ഡീപ്സീക്ക് വികസിപ്പിച്ചതെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. NVIDIA ചിപ്പുകൾക്കുൾപ്പെടെ ചൈനയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളും ചൈനീസ് ആപ്പുകളുടെ നിരോധനവുമാണ് ഡീപ്സീക്കിന്റെ പുതിയ AI മോഡലിന്റെ പിറവിക്കും ആക്കം കൂട്ടിയത്. കേവലം $60 ലക്ഷം ഡീപ്സീക്കിന്റെ നിർമ്മാണ ചെലവ്. ഓപ്പൺ AI ചാറ്റ്ജിപിടിയുടെ നിർമ്മാണ ചെലവ് ഇതിന്റെ 10 മടങ്ങ് $60 മില്യൺ ആണ്. അതേസമയം ആവശ്യക്കാരിലേക്ക് സൗജന്യമായി എത്തുന്നുവെന്നതാണ് ഡീപ്സീക്കിന്റെ മറ്റൊരു പ്രത്യേകത. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട സൗജന്യ ആപ്പ് എന്ന നിലയിൽ ചാറ്റ്ജിപിടിയെ ഡീപ്സീക്ക് മറികടന്നു. സൗജന്യ ആപ്പുകളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗും ലഭിച്ചു. ഡീപ്സീക്കിന്റെ പെട്ടെന്നുള്ള വളർച്ച 24 മണിക്കൂർ കൊണ്ട് ഓഹരി വിപണിയിൽ വൻ തരംഗമാണ് ഉണ്ടാക്കിയത്. അമേരിക്കൻ ചിപ്പ് കമ്പനിയായ NVIDIAയുടെ 17% ഓഹരി ഇടിവാണ് ഉണ്ടായത്. മെറ്റ, മൈക്രോസോഫ്റ്റ് ഓഹരി വിപണിയെയും ബാധിച്ചു. ഇന്ത്യൻ AI കമ്പനികളിലും മാറ്റം പ്രതിഫലിച്ചു. ജനുവരി 28 ആനന്ദ് രാജ് ഓഹരികൾ 20% തകർന്ന് ലോവർ സർക്യൂട്ടിലെത്തി. നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ 10% ഇടിഞ്ഞു. വൻ മത്സരം കാഴ്ചവെച്ച പുതിയ എതിരാളിയെ സ്വാഗതം ചെയ്യുകയാണ് ഓപ്പൺ AI സ്ഥാപകൻ സാം ആൾട്ട്മാൻ. ഞങ്ങളും പുതിയ മോഡലിലൂടെ മറുപടി തരുമെന്നാണ് ആൾട്ട്മാൻ Xൽ കുറിച്ചത്. ഓപ്പൺ AIക്കെതിരെ വൻ കോളിളക്കം സൃഷ്ടിച്ച ഡീപ്സീക്കിന്റെ നെഗറ്റീവ് വശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചൈനയുടെ ചരിത്രത്തിലും വിവാദ രാഷ്ട്രീയ വിഷയങ്ങളിലും മറുപടിയില്ല എന്നാണ് ഉപയോക്താക്കൾ പങ്കുവെക്കുന്നത്. കൂടുതൽ യൂസർമാരെ താങ്ങാൻ ഡീപ്സീക്കിന് കഴിയുന്നില്ലെന്നും യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഡീപ്സീക്ക് സേവനം തടസ്സപ്പെട്ടിരുന്നു. കുറഞ്ഞ ചിപ്പുകൾ ഉപയോഗിച്ച് അവതരിപ്പിച്ചതിനാലാകാം സാങ്കേതിക പ്രശ്നമെന്നും വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ഡീപ്സീക്കിന്റെ ഈ അപ്രതീക്ഷിത വരവിനെ സ്പുട്നിക് മൊമെന്റ് എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. അതായത് ബഹിരാകാശ രംഗത്ത് അമേരിക്കയെ ഞെട്ടിച്ച് സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച ചരിത്ര നിമിഷത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി എന്നതാണ്.